നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു ചായക്കടയിലിരുന്ന് ചായ ആസ്വദിച്ച് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് എന്ന് കരുതുക. നമ്മുടെ മുന്നിൽ ചൂട് ചായ, നല്ല ഒരു ഫ്ലേവർ അത് നമ്മളിലേക്ക് വരുന്നു. അതിനെ നമ്മൾ സിപ്പ് ചെയ്ത് മോന്തി കുടിച്ചുകൊണ്ട് നമ്മൾ ആനിമേറ്റഡ് ആയിട്ടുള്ള വളരെ ആവേശകരമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത്. വാട്ട് ഈസ് റിയാലിറ്റി? നമുക്ക് ചുറ്റും ചായക്കപ്പുകൾ, മേശ, ആളുകളുടെ ശബ്ദം, സംഗീതം, ഇതെല്ലാം നമ്മളുടെ ചുറ്റും നടക്കുകയാണ്. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ വസ്തുക്കളാണ്, അതാണ് റിയാലിറ്റി. നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ വസ്തുക്കൾ, അത് അനശ്വരമായിട്ട് അവിടെ നിലനിൽക്കുന്നു. അതിനെ കണ്ടെത്തുകയാണ് ശാസ്ത്രീയമായിട്ടുള്ള ലക്ഷ്യം. ഈ ഒരു പ്രപഞ്ചം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുകയും അതിനെ വെളിവാക്കപ്പെടുകയും ചെയ്യുന്നു. അതിനെ വെളിവാക്കാൻ വേണ്ടി നമ്മൾ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി തത്വങ്ങൾ ഉണ്ടാക്കി ആ പ്രപഞ്ചത്തിൻ്റെ ഓരോ വശത്തെയും നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ ഏതാണ്ട് ഉറപ്പിക്കുമ്പോഴാണ് ഞാൻ ഈ സംഭാഷണത്തിൻ്റെ ഇടയിൽ ഒന്ന് ആവേശം കൂടിയിട്ട് കൈതട്ടി ആ ചൂട് ചായ എൻ്റെ മടിയിലേക്ക് തട്ടിയിടുന്നത്. ചാടി എഴുകുന്നു. ആ ചൂടിൻ്റെ ഒരു വേദന, ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കോമാളിയായതിൽ ഒരു ജാള്യത അല്ലെങ്കിൽ ഒരു നാണക്കേട്, ബാക്കിയുള്ളവർക്ക് ഇതൊരു ആസ്വാദനമായിട്ട് അവർ ചിരിക്കുന്നു. വേദന, ജാള്യത, സന്തോഷം. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആ ചായക്കപ്പ് പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നത് ആ ചായക്കപ്പിനേക്കാൾ റിയലാണ്, സത്യമാണ് എന്നുള്ള ചില വികാരങ്ങൾ, ചില ഫീലിങ്സ് ആണ്. പെട്ടെന്ന് നമ്മുടെ സംഭാഷണം ഒന്ന് മെല്ലെയാകുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിനെ മറന്നുകൊണ്ട് നമ്മൾ നേരത്തെ നിർണയിച്ച നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ ഉറപ്പിക്കാമായിരുന്നു. എന്നാൽ ഒരു ചെറിയ വീണ്ടും വിചാരം നമ്മളിൽ ഉദിക്കുന്നു. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആ വസ്തുവും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ വികാരവും, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് രണ്ടും ഒരേ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് വശങ്ങളാണോ? ഒരേ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ പിന്നീട് എത്തുന്നത് ഇതിൽ പ്രാമുഖ്യമുള്ളത് ഏതാണ്? നമ്മുടെ ഉള്ളിലെ ആ വികാരമോ, അതോ പുറത്തു നിൽക്കുന്ന ആ തണുത്ത കപ്പോ? നമ്മുടെ അന്വേഷണം അവിടെ നിന്ന് തുടങ്ങുന്നു. ശാസ്ത്രവിരുദ്ധമല്ലാത്ത, അതായത് എംപിറിക്കലി ആഡിക്വറ്റ് ആയിട്ടുള്ള, യുക്തിപരമായിട്ടുള്ള മറ്റൊരു വിശദീകരണം ഈ യാഥാർത്ഥ്യത്തെ പറ്റി ആകാമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിചാരം. അനിൽ സേത്ത് എന്ന പ്രസിദ്ധനായിട്ടുള്ള ന്യൂറോ സയന്റിസ്റ്റ് പല പ്രാവശ്യം പറയുന്നത് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് ഹാലൂസിനേഷൻ എന്നാണ്. ക്രമീകരിക്കപ്പെട്ട ഒരു ഭ്രമത. അത് നമ്മുടെ ബ്രെയിൻ നമ്മളിൽ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ സെൻസസ്, ഇന്ദ്രിയങ്ങളുടെ പരിമിതമായിട്ടുള്ള ഇൻപുട്ടുകളിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലളിതവൽക്കരിക്കപ്പെട്ട ചിത്രം കാട്ടിത്തരുന്നു. സിംപ്ലിഫൈഡ് മോഡൽ. മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ അത് സിംപ്ലിഫിക്കേഷൻ ആണ്. ഒരു മോഡൽ കാട്ടിത്തരുമ്പോൾ അത് വാസ്തവത്തിൽ ഒരു ഭ്രമതയാണ്, കൺട്രോൾഡ് ഹാലൂസിനേഷൻ ആണ് എന്നാണ് അനിൽ സേത്ത് പറയുന്നത്. ഈ ഒരു അഭിപ്രായത്തോട് ശാസ്ത്രലോകം പൊതുവെ യോജിക്കുന്നു. നമ്മൾ യാഥാർത്ഥ്യത്തെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ വിൻഡോ, തുറന്ന ജാലകമല്ല നമുക്ക് കിട്ടുന്നത്. അത്തരത്തിൽ ഒരു തുറന്ന ജാലകത്തിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കി ആ പ്രപഞ്ചത്തിന്റെ എല്ലാ സങ്കീർണതകളെയും ഉൾക്കൊള്ളാനുള്ള കരുത്ത് നമുക്കില്ല. അതുകൊണ്ട് ഈ പുറത്തുള്ള ആ ലോകത്തെ, ആ പ്രപഞ്ചത്തെ ഫിൽട്ടർ ചെയ്ത് ഒരു ചെറിയ മോഡലാക്കി, ഒരു ലളിതവൽക്കരിക്കപ്പെട്ട ഒരു മോഡലാക്കി, ഒരു മാതൃകയാക്കി നമ്മുടെ മുന്നിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ഭ്രമത എന്ന് പറയുന്നത് നമ്മൾ അറിയാത്ത ഒരു കാര്യമല്ല. എപ്പോഴും നമ്മൾ ഭ്രമത്തിന് അടിമപ്പെടുന്നവരാണ്. ഇല്യൂഷൻസ്. അതിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു ഇല്യൂഷൻ ചെക്കർ ബോർഡ് ഇല്യൂഷൻ എന്ന് പറയും. ഒരേ നിറത്തിലുള്ള കളങ്ങൾ, അത് വ്യത്യസ്ത നിറങ്ങളാണ് എന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളെ കാട്ടിത്തരും. അത് എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും അത് വ്യത്യസ്ത നിറങ്ങളുള്ള കളങ്ങളാണ് എന്ന് കാട്ടിത്തരും. അതിൽ നിന്ന് പുറത്തു വരാൻ വഴികളുണ്ട്. അതിലൂടെ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ
നമുക്ക് ഒരേ നിറത്തിലുള്ള കളങ്ങളാണ് ചെക്കർ ബോർഡിലുള്ളത് എന്നുള്ളത് നമുക്ക് പിടികിട്ടുകയുള്ളൂ. ഇത്തരത്തില് പല ഭ്രമങ്ങളും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കാട്ടിത്തരുന്ന ഒരു ഹാലൂസിനേഷൻ ആണ്, ഒരു ഇല്യൂഷൻ ആണ് എന്നുള്ളതിനെ പല രീതിയിൽ ശാസ്ത്രലോകം ഇന്ന് സമർത്ഥിക്കുന്നു. ഡൊണാൾഡ് ഹോഫ്മാൻ പ്രസിദ്ധനായിട്ടുള്ള കോഗ്നിറ്റീവ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ കാണുന്ന ഈ ലോകം നമ്മുടെ ലാപ്ടോപ്പിലെയോ അല്ലെങ്കിൽ ടാബിലെയോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലെയോ സ്ക്രീൻ പോലെയാണ്. അവിടെ നമ്മൾ കുറെ ചിഹ്നങ്ങൾ കാണുന്നുണ്ട്, ഐക്കോൺസ്. ആ ഐക്കോൺസ് ഒരു ഫയലിനെ ആയിരിക്കാം കാട്ടിത്തരുന്നത്, അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ ആകാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ ആകാം. പക്ഷെ നമ്മൾ കാണുന്നത് ഈ ഐക്കോൺസ് മാത്രമാണ്. കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ ആ ഫയല് അതിന്റെ സർക്യൂട്ടിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരെത്തം പിടിയും കിട്ടില്ല. ഏറ്റവും എളുപ്പം ഒരു ഐക്കോണാക്കി നമ്മുടെ മുന്നിൽ അത് എത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് ബ്രെയിൻ ചെയ്യുന്നത് എന്ന് ഡൊണാൾഡ് ഹോഫ്മാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ഈ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ ബോധം തന്നെ നമുക്കുണ്ടാക്കി തരുന്ന ഒരു മാതൃക മാത്രമാണ്. അപ്പോൾ അവിടെ റിയാലിറ്റി എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോധം തന്നെയാണ് എന്ന് നമുക്ക് സമർത്ഥിക്കേണ്ടി വരും. ഐക്കോണുകളായിട്ടോ മാതൃകകളായിട്ടോ വസ്തുക്കളായിട്ടോ ചായക്കപ്പുകളോ മേശയോ മറ്റു വ്യക്തികളോ ആയിട്ട് മാറി നിൽക്കുന്ന ഒന്നല്ല ഒരു ഏകീകൃതമായിട്ടുള്ള കോൺഷ്യസ് ഫീൽഡ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് സമർത്ഥിക്കേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഒബ്ജക്ഷനുകൾ, ഒരുപാട് എതിർപ്പുകൾ മറുവശത്ത് നിന്നുണ്ടാകും. ഈ എതിർപ്പുകളിൽ 3 പ്രധാനപ്പെട്ട എതിർപ്പുകളെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, അങ്ങനെ നമ്മുടെ മനസ്സിൽ നമുക്ക് കാട്ടിത്തരുന്ന ഒരു ഡെസ്ക്ടോപ്പ് മാതൃകയാണ് ഈ യാഥാർത്ഥ്യമെങ്കിൽ നമ്മളെല്ലാവരും എന്തുകൊണ്ട് ഒരേപോലെ ഒരു പ്രപഞ്ചത്തെ കാണുന്നു? നമുക്കെല്ലാവർക്കും പരസ്പരം അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നത്. എങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തെ ഷെയർ ചെയ്യുന്നു? നമ്മൾ ഒരേ രീതിയിൽ ഷെയർ ചെയ്യുന്നു. അനിൽ സേത്ത് പറയുന്നത്, നമ്മളൊരു കൺട്രോൾഡ് ഹാലൂസിനേഷൻ ആണ് നമ്മുടെ മുന്നിൽ ബ്രെയിൻ ഉണ്ടാക്കി തരുന്നതെങ്കിലും ചില ഇടങ്ങളിൽ ആ ഹാലൂസിനേഷനുകൾ തമ്മിൽ യോജിക്കുന്നു. അങ്ങനെ യോജിക്കുന്ന മേഖലകളെയാണ് നമ്മൾ പൊതുവായിട്ട് ഷെയർ ചെയ്യുന്ന, പരസ്പരം കൈമാറുന്ന പ്രപഞ്ചമായിട്ട് നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നത്. ഷെയർ ചെയ്യുന്നു, ഒരു കാര്യം നമ്മൾ എല്ലാവരും ഒരേപോലെ കാണുന്നു എന്നുള്ളത് നമുക്ക് പുറത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്രപഞ്ചം നിൽക്കുന്നു എന്നുള്ളതിന് ഒരിക്കലും തെളിവാവില്ല. ഇത് ഒരു സർക്കുലർ ആർഗ്യുമെന്റ് മാത്രമാണ്. ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി എന്ന് പറയും. നമ്മൾ വ്യത്യസ്തരാണ്, ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മൾ എടുത്ത അസംഷൻ, നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ള ഒരു അസംഷനിൽ തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ തുടങ്ങിയ അസംഷനും നമ്മുടെ കൺക്ലൂഷനും ഒന്നാണെങ്കിൽ അതൊരു ന്യായവൈകല്യമാണ്. അതിനെയാണ് നമ്മൾ സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ എതിർപ്പിലേക്ക് പോകാം. സെക്കൻഡ് ഒബ്ജക്ഷൻ പറയുന്നത്, നമ്മൾക്ക് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് നമുക്ക് ഒരിക്കലും തീർച്ചപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ മനസ്സ് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഡാഷ്ബോർഡെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഇതൊക്കെ മാറ്റിക്കൂടെ? ചായ ഞാൻ തട്ടിയിട്ടു എന്റെ മടിയിലേക്ക്, അത് എനിക്ക് മാറ്റാവുന്ന ഒരു കാര്യമല്ലേ? എന്റെ ഇച്ഛാശക്തി കൊണ്ട് മാറ്റാവുന്ന കാര്യമല്ലേ? അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് ഇല്ലാതാക്കിക്കൂടെ? അതിനെ നമുക്ക് മാച്ചു കളഞ്ഞുകൂടെ? അതുപോലെ പർവ്വതത്തെ പുഴയാക്കാനും സമുദ്രത്തെ പർവ്വതമാക്കാനുമൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് കഴിയില്ലേ? കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ നമ്മുടെ മനസ്സുകൊണ്ട് കഴിയണ്ടേ? ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. നമ്മുടെ മനസ്സ് ഈ പ്രകൃതിയുടെ മുന്നിൽ അശക്തമാണ്, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബോധമാണ് പ്രപഞ്ചമെന്നും നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ ബോധത്തിന്റെ നിർമ്മിതി എന്ന് പറയുമ്പോൾ അതിലൊരു വൈരുദ്ധ്യമില്ലേ? ഇങ്ങനെ ഒരു വാദം വരുമ്പോൾ അതിലൊരു വസ്തുതയുണ്ട്, അതിലൊരു കാര്യമുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാമെങ്കിലും ഇതും ഒരു സർക്കുലർ ആർഗ്യുമെന്റ് തന്നെയാണ്. ഇതും ഒരു ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി തന്നെയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന അസംഷൻ എടുത്തുകൊണ്ട് ആ ഒരു കൺക്ലൂഷനിലെത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. എന്നാൽ അത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അത് വസ്തുതകൾക്ക് നിരക്കുന്ന കാര്യവുമല്ല. നമ്മൾക്ക് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് മാറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ബോധത്തിൽ തന്നെയുണ്ട്.
അടുത്തത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള വസ്തുത. അത് നമുക്കൊരിക്കലും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. മനസ്സിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പലപ്പോഴും ആ കൺട്രോൾ കിട്ടാതെ പോകുന്നു. അപ്പം ബോധമണ്ഡലത്തിൽ നടക്കുന്ന പ്രക്രിയകളാണെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, നമുക്ക് നിയന്ത്രിക്കാവുന്നതല്ല. ഒരു ദുസ്വപ്നം കാണും എന്നുള്ളതിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന കാര്യമല്ല. ഇതെല്ലാം വന്നും പോയും കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റാത്തതാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയാൻ സാധിക്കില്ല. മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ പല മാനസിക പ്രക്രിയകളും നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസുമായിട്ട് സാമ്യപ്പെട്ട് നിൽക്കുന്നു. സയൻസിൽ തന്നെ, ന്യൂറോ സയൻസിൽ തന്നെ ന്യൂറൽ കോറിലേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിനെ ബ്രെയിൻ ആണ് നിയന്ത്രിക്കുന്നത്. കാരണം നമുക്ക് കോറിലേഷൻ ബ്രെയിൻ ആക്ടിവിറ്റീസിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു fMRI സ്കാൻ, ഫങ്ഷണൽ മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ നമുക്കൊരു ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് ഈ രീതിയിൽ മാറുന്നത്. അതുകൊണ്ട് പ്രാമുഖ്യം ബ്രെയിനിനാണ്, അതായത് വസ്തുക്കൾക്കാണ്. പെട്ടെന്ന് ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നാമെങ്കിലും വാസ്തവത്തിൽ ശാസ്ത്രം പോലും അത് സമർത്ഥിക്കാത്ത ഒരു കാര്യമാണ്. ന്യൂറൽ കോറിലേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് ന്യൂറോ സയൻസിൽ പറയുന്നത്. കോറിലേറ്റ് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഒരു രണ്ട് കാര്യങ്ങൾ സമാനമായിട്ട് നടക്കുന്നുണ്ട് എന്ന് മാത്രമേ സമർത്ഥിക്കുന്നുള്ളൂ. കോറിലേഷൻ കോസേഷൻ ആകുന്നു എന്നുള്ള കാര്യം ഒരിക്കലും അവിടെ സമർത്ഥിക്കുന്നില്ല. കോറിലേഷനെ കോസേഷൻ ആക്കുന്നത് തന്നെ ഒരു ന്യായ വൈകല്യമാണ്. എങ്ങനെയാണോ ഒരു മിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ മിന്നൽ എന്ന് പറയുന്ന ഒരു വിഷ്വൽ ഇമേജ്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഇമേജ്, അതാണ് അറ്റ്മോസ്ഫറിക് ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് പോലെ വൈകല്യം നിറഞ്ഞതാണ് ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് മൂലമാണ് കോൺഷ്യസ്നസ് ഉണ്ടാകുന്നത് എന്നുള്ളത്. മിന്നല് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വൈദ്യുതി പ്രവാഹം, അത് തന്നെ നമ്മളൊരു വെളിച്ചമായിട്ട് കാണുകയാണ്. ഈ വെളിച്ചം വൈദ്യുത പ്രവാഹത്തെ ഉണ്ടാക്കുന്നതല്ല, വൈദ്യുതി പ്രവാഹത്തിന്റെ ഒരു കാണപ്പെടൽ, അതിന്റെ ഒരു മാതൃക, അത് മാത്രമാണ് മിന്നലായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നത്. മിന്നലും ആ വൈദ്യുതി പ്രവാഹവും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഒരേ പ്രക്രിയയുടെ രണ്ട് വശങ്ങൾ മാത്രമാണ്. തീനാളം എടുക്കാം, അത് കെമിക്കൽ കമ്പസ്റ്റ്യൻ എന്നുള്ളൊരു പ്രക്രിയയാണ്. ആ തീനാളത്തിന്റെ ഒരു പ്രക്രിയയിൽ നിന്നല്ല കെമിക്കൽ കമ്പസ്റ്റ്യൻ ഉണ്ടാകുന്നത്. കെമിക്കൽ കമ്പസ്റ്റ്യൻ അല്ല തീനാളത്തെയും ഉണ്ടാക്കുന്നത്. രണ്ടും ഒരേ പ്രക്രിയയുടെ രണ്ട് കാഴ്ചപ്പാടുകൾ മാത്രം. ഇത് തന്നെയാണ് ബ്രെയിൻ ഇമേജിനിങ്ങിലൂടെ നമ്മൾ ബോധത്തെ മനസ്സിലാക്കുമ്പോഴും തീർച്ചപ്പെടുത്തേണ്ട കാര്യം. ബോധത്തിന്റെ മറ്റൊരു കാഴ്ചപ്പാട് മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു ബ്രെയിൻ ആക്ടിവിറ്റിയുടെ ഒരു പാറ്റേൺ ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ ഒരു ഏകീകൃതമായിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ് ഈ റിയാലിറ്റി എന്ന് പറയുമ്പോൾ. ഇത്തരത്തില് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് എങ്ങനെ? കെമിക്കൽ കമ്പസ്റ്റ്യനെ നമ്മൾ ഒരു തീനാളമായിട്ട്, ഒരു മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത് എങ്ങനെ? അന്തരീക്ഷത്തിലെ വൈദ്യുതി പ്രവാഹത്തെ ഒരു മിന്നലായിട്ട് നമ്മൾ കാണുന്നത് എങ്ങനെ? അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അത് ബോധത്തിന്റെ പ്രക്രിയകളാണെങ്കിൽ അത് വസ്തുക്കളായിട്ട് വ്യത്യസ്തമായിട്ട് ഉള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത് എന്താണ്? അതിലും ഉപരിയായിട്ട് പലതരത്തിലുള്ള വ്യക്തികൾ, ഞാനും നിങ്ങളും സുഹൃത്തുക്കളും എല്ലാം നിലനിൽക്കുന്നു. അവരുടേതായിട്ടുള്ള ബോധവും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നു. ഈ വിഭജനം വരുന്നത് എവിടെ നിന്നാണ്? ജെ കൃഷ്ണമൂർത്തി ഭാരതത്തിലെ പ്രസിദ്ധനായിട്ടുള്ള തത്വചിന്തകനാണ്. അദ്ദേഹം പറയുന്നത് ദ ഒബ്സർവർ ഈസ് ഒബ്സർവിംഗ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. സാക്ഷി ആ സാക്ഷിയെ തന്നെ നിരീക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാക്ഷിയും നിരീക്ഷണവും തമ്മിൽ വ്യത്യസ്തതയില്ല, എല്ലാം യൂണിഫൈഡ് ആയിട്ട് നിൽക്കുന്നു, ഏകീകൃതമായിട്ട് നിൽക്കുന്നു. ടെറി ഹോഗൻ, മെത്യാസ് പോട്രിഷ് എന്ന് പറയുന്ന രണ്ട് തത്വചിന്തകര് ഏകീകൃതമായിട്ടുള്ള റിയാലിറ്റിയെ ബ്ലോബ് ഓബ്ജക്റ്റ് എന്ന് പറയുന്ന വാക്ക്, അത് നമ്മൾ ഭാരതീയ ഭാഷയിൽ തർജ്ജമ ചെയ്താൽ പിണ്ഡവസ്തു, നമ്മൾ പിണ്ഡം, മാംസപിണ്ഡം എന്നൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ പിണ്ഡത്തില് വ്യത്യസ്തതകളില്ല.
വേർതിരിവുകളില്ല. മാംസപിണ്ഡം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഓർഗൻസ് ഇല്ലാതെ ഏകീകൃതമായിട്ട് ഒരു ഹോമോജീനിയസ് മാസായിട്ട് നിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ പിണ്ഡം അല്ലെങ്കിൽ ബ്ലോബ് എന്ന് പറയുന്നത്. നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പിണ്ഡമാണ് എന്നാണ് ടെറി ഹോഗനും മത്യാസ് പോൾട്രിച്ചും പറയുന്നത്. പിന്നെ ഇതെങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇതിനു മുമ്പ് ഫ്രിയ മാത്യൂസ് എന്ന തത്വചിന്തകയും സമർത്ഥിക്കുന്നത് യാഥാർത്ഥ്യം എന്നുള്ളത് സീംലെസ് ആയിട്ട് നിൽക്കുന്നു. അതില് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാതൃകകൾ മാത്രമാണ് വേർതിരിവുകൾ എന്ന് പറയുന്നു. നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ നമ്മൾ അതിനെ പല വർഗങ്ങളായിട്ട് തിരിച്ച്, പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ച്, പല ക്ലാസസ് ആയിട്ട് തിരിച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. ഈ വർഗീകരണമാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത്. അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഏകീകൃതമായിട്ടുള്ള ഒരു ബോധം മാത്രമാണ്. എന്നാൽ വസ്തുക്കള് മാറി നിൽക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും കോൺഷ്യസ്നെസ്സും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. ഓരോ വ്യക്തിയുടെയും ബോധം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. എന്റെ ബോധം അവസാനിക്കുന്നത് എവിടെ, മറ്റൊരാളുടെ ബോധം തുടങ്ങുന്നത് എവിടെ എന്ന ബൗണ്ടറി നമ്മൾ എങ്ങനെ നിർണ്ണയിക്കും? ഇതിനെ ബൗണ്ടറി പ്രോബ്ലം എന്നും പറയുന്നു. വേറൊരു വശത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകീകൃതമായിട്ടുള്ള ഒരു പ്രപഞ്ചം എങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളും വസ്തുക്കളുമാകുന്നു. ഇതിനെ ഡീകോമ്പിനേഷൻ പ്രോബ്ലം എന്നും പറയും. ബെർണാഡോ കാസ്ട്രപ്പ് എന്ന ശാസ്ത്രജ്ഞനും തത്വചിന്തകനും ഇതില് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത് നമ്മൾ കാണുന്ന ഈ വ്യത്യസ്തതകൾ അത് ഡീകമ്പൈൻ ചെയ്യുന്നത് എങ്ങനെ എന്ന് ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള പ്രകൃതിയിൽ തന്നെ കാണുന്ന ഒരു എക്സാമ്പിൾ കൊണ്ട് കാട്ടിത്തന്നാണ് നമ്മളെ ഇതിൽ സഹായിച്ചിട്ടുള്ളത്. ബെർണാഡോ കാസ്ട്രപ്പ് പറയുന്നത് ഇത് ഇൻഫറൻഷ്യൽ ഐസൊലേഷൻ എന്നൊരു പ്രക്രിയയാണ്. കൊഗ്നേറ്റീവ് സയൻസിൽ യൂസ് ചെയ്യുന്ന ഒരു മാതൃകയാണ് ഇൻഫറൻഷ്യൽ ഐസൊലേഷൻ. പല കാര്യങ്ങളും നമ്മൾ ഗ്രഹിക്കുമ്പോഴും, പുറത്തുനിന്നുള്ള ഇൻപുട്സ് കൊണ്ട് ഗ്രഹിക്കുമ്പോഴും ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് ആയി പോകാനുള്ള സാധ്യതകൾ എപ്പോഴും നിലനിൽക്കും. ഇൻപുട്ടുകൾ പുറത്തുനിന്ന് സ്വീകരിക്കാതെ ഐസൊലേറ്റഡ് ആയിട്ട് സ്വയം ഒരു യൂണിറ്റായി മാറുന്നു. ഇത് നമ്മൾ സൈക്കാട്രിക് സയൻസിലും സൈക്കോളജിയിലുമെല്ലാം ഡിസോസിയേഷൻ എന്നും പറയും. വേർപെട്ടു പോവുക. ഈ ഡിസോസിയേഷൻ നമ്മൾ പല രീതിയിൽ നമ്മുടെ മാനസിക പ്രക്രിയകളിൽ കാണുന്നതാണ്. ഫർഗറ്റ്ഫുൾനെസ്, ഓർമ്മയില്ലായ്മ ഒരു ഡിസോസിയേഷൻ ആണ്. എന്നാൽ ഇത് ഈ ഒരു ഡിസോസിയേഷന്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ചിത്രം ഒരു ഡിസോർഡറായി, ഒരു മാനസിക രോഗമായിട്ട് നമുക്ക് കാണുന്നു. രോഗമല്ലെങ്കിൽ ഒരു അവസ്ഥയായിട്ട് നമ്മൾ അത് കാണുന്നു. ഇതിനെ ഡിസോസിയേറ്റഡ് ഐഡന്റിറ്റി ഡിസോർഡർ, DID എന്ന് പറയുന്നു. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തിയിൽ രണ്ട് വ്യക്തിത്വങ്ങൾ നിലനിൽക്കും. ഇത് വളരെ കാലമായിട്ട് നമ്മൾ പഠിക്കുകയും അതിന് എംപറിക്കലായിട്ടുള്ള ഡേറ്റ നമ്മൾ ശേഖരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. ഒരു വ്യക്തിയിൽ രണ്ട് വ്യക്തിത്വങ്ങളോ രണ്ടിൽ കൂടുതൽ വ്യക്തിത്വങ്ങളോ ഒരേ സമയം നിലനിൽക്കുകയും അത് തമ്മിൽ പരസ്പരം ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഐസൊലേറ്റഡ് ആണ്, എന്നാൽ അത് ഇന്ററാക്ട് ചെയ്യുന്നു. ഈ ഐസൊലേഷനും ഇന്ററാക്ഷനും പലപ്പോഴും വർഷങ്ങളോളം നിലനിൽക്കുകയും പിന്നീട് അത് ഇല്ലാതായി തീരുകയും ചെയ്യുന്നു. ഈ വ്യക്തിയുടെ ബോധം പിന്നീട് റീഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഡിസോസിയേഷൻ ഇല്ലാതായി പോകുന്നു. ഡിസോസിയേഷൻ ഇല്ലാതാകുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് അവിടെ ഒരു പിണ്ഡമാണ് നിൽക്കുന്നത്, ഒരു വ്യത്യസ്തതയും ഇല്ലാത്ത ഒരു ഏകീകൃത ബോധം. വാസ്തവത്തിൽ പ്രാപഞ്ചികമായിട്ടുള്ള ആ ഒരു സ്കെയിലിലും നടക്കുന്നത് ഈ പ്രക്രിയയാണ് എന്ന് നമുക്ക് യുക്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏകീകൃതമായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൽ ഡിസോസിയേഷൻസ് ഉണ്ടാകുകയും ആ ഡിസോസിയേറ്റഡ് ഐഡന്റിറ്റീസിന് സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. അങ്ങനെ ഒരു സ്വയം പ്രാപ്തിയുള്ള ഒരു ഘടകം ഉണ്ടാകണമെങ്കിൽ അതിനെ ആവരണം ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകണം. ആ ആവരണത്തെ ഗണിതശാസ്ത്രപരമായിട്ട് മാർക്കോവ് ബ്ലാങ്കറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വ്യക്തികള്, ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള വ്യക്തികള്, അവരുടെ ബോധങ്ങളെ ആവരണം ചെയ്യുന്നത് ഒരു മാർക്കോവ് ബ്ലാങ്കറ്റിന് തുല്യമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഈ മാർക്കോവ് ബ്ലാങ്കറ്റില് ഒരു വ്യക്തിയുടെ ചിന്തകള്, ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം ഉൾക്കൊള്ളുന്നു. മാർക്കോവ് ബ്ലാങ്കറ്റിന്റെ ബൗണ്ടറിയിൽ ഇതെല്ലാം അവസാനിക്കുന്നു. മാർക്കോവ് ബ്ലാങ്കറ്റിന് പുറത്ത് നിൽക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു പ്രപഞ്ചമാണ്. അവിടെ നമുക്ക് മറ്റ് ഇതുപോലുള്ള ഡിസോസിയേറ്റഡ് ഐഡന്റിറ്റീസും അതുപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ നിൽക്കുന്ന പ്രപഞ്ചത്തെയും നമുക്ക് കാണാൻ സാധിക്കും. പ്രപഞ്ചത്തില് ടേബിളായിട്ടും കപ്പായിട്ടും കാണുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ മോളിക്കുലർ ലെവലിൽ പോയി കഴിഞ്ഞാൽ, അതിന്റെ അറ്റോമിക്
സ്കെയിലിൽ പോയി കഴിഞ്ഞാലും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ക്വാണ്ടം ഫീൽഡിൽ പോയി കഴിഞ്ഞാലും ഇതിന്റെ അതിർത്തികൾ മനസ്സിലാക്കുക വ്യത്യാസമാണ്. ഒരു പുഴ എവിടെ അവസാനിക്കുന്നു, സമുദ്രം എവിടെ തുടങ്ങുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലെ ഒരു വര മാത്രമാണ്. യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ഒരു വരയില്ല. ഹിമാലയ പർവ്വതം ഗംഗാ സമതലമായിട്ട് മാറുന്നു. ഹിമാലയത്തിനും ഗംഗാ സമതലത്തിനും ഇടയിലുള്ള ആ നേർത്ത വര എവിടെയാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലെ ഒരു സങ്കല്പം മാത്രമാണ്. നമുക്ക് വ്യക്തമായിട്ട് പ്രകൃതിയിൽ അങ്ങനെ ഒരു വ്യത്യാസം കാണാൻ സാധിക്കില്ല. ഗ്രെഗ് റോസൻബർഗ് എന്ന തത്വചിന്തകൻ അദ്ദേഹം ഒരു തോട്ട് എക്സ്പെരിമെന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രകൃതിയിൽ കാണുന്ന വസ്തുതകൾ അത് നമ്മൾ വ്യത്യസ്തമായിട്ട് കണ്ട് അതിന്റെ ഡിഫറൻസസ്, അതിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന പ്രക്രിയ. ശാസ്ത്രത്തിന്റെ പ്രവൃത്തി അതാണ്. വ്യത്യാസങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക, ആ വ്യത്യാസങ്ങളെ സംഖ്യകളാക്കി മാറ്റി അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള മോഡൽസ് ഉണ്ടാക്കുക, പ്രവചന ശക്തിയുള്ള മാതൃകകൾ ഉണ്ടാക്കുക. ഇതാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഗ്രെഗ് റോസൻബർഗ് ഇത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു തോട്ട് എക്സ്പെരിമെന്റ്, ഒരു ചിന്താപരീക്ഷണവും കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു പാടത്ത് മഞ്ഞപ്പൂക്കളും ചുവന്ന പൂക്കളും ഇടകലർന്ന് നിൽക്കുന്നു. ഈ മഞ്ഞ പൂവിന്റെ വേവ് ലെങ്തും ചുവപ്പ് പൂവിന്റെ വേവ് ലെങ്തും ഒരു പ്രത്യേക സംഖ്യ കൊണ്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഇത് എത്ര സാന്ദ്രമായിട്ട് ഈ പൂക്കള് ആ പാടത്ത് വളരുന്നു എന്നുള്ളതിന്റെ ആ ഡെൻസിറ്റിയെ നമുക്ക് ഒരു സംഖ്യ കൊണ്ട് അടയാളപ്പെടുത്താം. ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, മഞ്ഞപ്പൂക്കളും ചുവന്ന പൂക്കളും ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒരു പ്രത്യേക സംഖ്യ കൊണ്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് ഒരു വ്യക്തി ഈ പാടത്തെ ദർശിക്കുകയാണ്. അദ്ദേഹം എത്ര ദൂരത്തിൽ നിന്ന് ദർശിക്കുന്നു എന്നുള്ളതും നമുക്ക് തിട്ടപ്പെടുത്താം. ഒരു പ്രത്യേക ദൂരത്ത് നിന്ന് ഇദ്ദേഹം ഈ പാടത്തെ ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് മഞ്ഞപ്പൂക്കളെയും ചുവന്ന പൂക്കളെയും വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കില്ല. ഒരു ഏകീകൃതമായിട്ടുള്ള ഓറഞ്ച് നിറമായിട്ട് കാണുന്നു. അദ്ദേഹം നിൽക്കുന്ന ഡയറക്ഷൻ, ആ ഡിസ്റ്റൻസും പൂക്കളുടെ വേവ് ലെങ്തുകൾ തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ സാന്ദ്രതയും അത് നിൽക്കുന്ന പാറ്റേണും ഇതെല്ലാം ഗണിതശാസ്ത്രപരമായിട്ട് നമുക്ക് സംഖ്യകളിൽ ഒതുക്കാം. എന്നിട്ട് ചുവന്ന പൂവിന്റെയും മഞ്ഞപ്പൂവിന്റെയും വേവ് ലെങ്ത് ഒന്ന് നമുക്ക് തിരുത്താം. സംഖ്യകളെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ട് ഈ വേവ് ലെങ്തുകൾ തമ്മിലുള്ള വ്യത്യാസത്തെയും നിലനിർത്തിക്കൊണ്ട് ആ പൂവിന്റെ കളറിനെ നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഗണിതശാസ്ത്രപരമായിട്ട് ഒന്നും മാറുന്നില്ല. എന്നാൽ ആ വ്യക്തിക്ക് അത് ഓറഞ്ചായിട്ട് കാണേണ്ടതാണ്. പക്ഷെ അദ്ദേഹം കാണുന്നത് മറ്റൊരു നിറമായിരിക്കും. ഒരു പക്ഷേ ആ കളർ മാറ്റാതെ ആ ഓറഞ്ച് എന്നുള്ള കളറ് അദ്ദേഹത്തിന് കാണാൻ വേണ്ടി അദ്ദേഹത്തിന് പൂവിന്റെ കളർ മാറാതെ തന്നെ മഞ്ഞയും ചുവപ്പുമായിട്ടിരുന്നു കൊണ്ട് ആ വ്യക്തി കുറച്ച് മുന്നോട്ട് പുറകോട്ട് പോയാലും ഓറഞ്ച് കളർ അദ്ദേഹത്തിന് കാണുന്നു. എന്നാൽ എപ്പോഴ് പൂവിന്റെ കളർ നമ്മൾ കുറച്ചെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ ആ ഓറഞ്ച് എന്നുള്ള അനുഭൂതി ഇല്ലാതാകുന്നു, പുതിയൊരു അനുഭൂതി ഉണ്ടാകുന്നു. പ്രപഞ്ചത്തില് നമ്മൾ കാണുന്ന വസ്തുക്കളുടെ സംഖ്യകൾ കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ടാകുന്നു. നമുക്ക് പല പ്രഡിക്ഷൻസും നടത്താൻ സാധിക്കുന്നു. എന്നാൽ കളർ കാണുന്ന ആ അനുഭൂതിയെ നമ്മൾ അതുകൊണ്ട് അടയാളപ്പെടുത്താൻ പറ്റില്ല. ഏകീകൃതമായിട്ട് നിൽക്കുന്ന പ്രപഞ്ചത്തെ കുറിച്ച് ഓർക്കേണ്ടത് ഈ വ്യത്യസ്തമായിട്ട് നമ്മൾ കൺസെപ്ച്വലി ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യാസങ്ങളിൽ നിന്ന് നമുക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് എത്താൻ സാധിക്കില്ല, ഒരു മണ്ഡലത്തിലേക്ക് എത്താൻ സാധിക്കില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത്? കപ്പ് കപ്പായിട്ടും മേശ മേശയായിട്ടും വ്യക്തികളായിട്ടും നിലനിൽക്കുന്നതിന് ഒരർത്ഥം വേണ്ടേ? അതിനൊരു വിശദീകരണം ആവശ്യമില്ലേ? വാസ്തവത്തില് മാർക്കോ ബ്ലാങ്കറ്റ്, ആ മാർക്കോ ബ്ലാങ്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഇംപിഞ്ച്മെന്റ്, അതിന്റെ പ്രതിതലത്തിൽ കിട്ടുന്ന എക്സ്റ്റേണൽ ഡേറ്റ, അത് മാത്രമാണ് നമ്മുടെ മുന്നിലെത്തുന്ന പ്രപഞ്ചമായിട്ട് മാറുന്നത്. പുറത്തു നിൽക്കുന്ന മഹാസമുദ്രത്തില് ഇത്തരത്തില് പല മാർക്കോ ബ്ലാങ്കറ്റുകളുമുണ്ട്. മാർക്കോ ബ്ലാങ്കറ്റുകൾക്കിടയിൽ ഒരു വിശാലമായിട്ടുള്ള കോൺഷ്യസ്നെസ്സുമുണ്ട്. ഇതെല്ലാം തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. എങ്ങനെയാണോ ഒരു സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നു, പല രീതിയിലുള്ള തിരമാലകൾ ഉണ്ടാകുന്നു, അവ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റേബിൾ പാറ്റേണും ഉണ്ടാകുന്നു. ആ സ്റ്റേബിൾ പാറ്റേൺ ആണ് നമ്മളുടെ റിയാലിറ്റി. എന്നാൽ അത് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളായിട്ട് മാർക്കോ ബ്ലാങ്കറ്റിന്റെ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത് കാണപ്പെടുന്നു. ഈ റിയാലിറ്റി ഒന്നാണെന്നും അതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ പ്രയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ബോധമാണെന്നും നമുക്ക് എത്തിച്ചേരാൻ യുക്തിപരമായിട്ടുള്ള ചില വഴികളിലൂടെ എളുപ്പം സാധിക്കും. എന്നാൽ ബ്രെയിനാണ്
ഈ ബോധത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കത്ര യുക്തിപരമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഇടമല്ല. എങ്ങനെയാണ് ബ്രെയിൻ ബോധത്തെ നിർമ്മിക്കുന്നത് എന്നുള്ളത് ഇന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പല തിയറികൾ അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസുകൾ നിലനിൽക്കുന്നു എന്ന് മാത്രം. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഹൈപ്പോത്തിസിസുകൾ, ഏകീകൃതമായിട്ടുള്ള ഒരു ബ്രെയിൻ മോഡലിനെ ഇതുവരെ കാട്ടിത്തന്നിട്ടില്ല. എന്നാൽ ഫിസിക്കലിസ്റ്റുകൾ അല്ലെങ്കിൽ ഭൗതികവാദികൾ പറയുന്നത് ബ്രെയിൻ സങ്കീർണമാണ്, അതിനെ അറിയാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും. ഒരുപക്ഷെ 50 വർഷമോ 100 വർഷമോ 200 വർഷമോ 500 വർഷമോ കഴിയുമ്പോൾ നമുക്ക് ഈ ബ്രെയിനിന്റെ വർക്കിംഗ്, ഇതിന്റെ പ്രക്രിയകൾ മുഴുവൻ മനസ്സിലാക്കാനും അപ്പോൾ നമുക്ക് ഈ ബ്രെയിൻ എങ്ങനെയാണ് ബോധം ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാനും സാധിക്കും. ആയിക്കോട്ടെ, പക്ഷേ അതിന്റെ റിസൾട്ട് ഇപ്പോഴേ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ബ്രെയിനാണ് ബോധം ഉണ്ടാക്കുന്നത് എന്നുള്ളത് പ്രമാണം ആക്കി അതിന്റെ തെളിവുകൾ വരുന്നതിന് മുമ്പേ നമ്മൾ അത് അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അംഗീകരിക്കുന്നത് അശാസ്ത്രീയമാണ്. ബ്രെയിനും അല്ലെങ്കിൽ വസ്തുക്കളും ആ വസ്തുക്കളെ കാണുന്ന ബോധവും ഒരേ തലത്തിലാണ് അല്ലെങ്കിൽ ഒരേ വർഗത്തിലാണ് എന്ന് പറയുന്നത് ഒരു ന്യായവൈകല്യമാണ്. വസ്തുക്കളും ആ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന ബോധവും 2 കാറ്റഗറീസിലാണ് നിൽക്കുന്നത്. അത് ഒരു കാറ്റഗറിയിലാണ് എന്ന് പറയുന്നത് പോലും ഒരു കാറ്റഗറി മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫാലസിയാണ്. എന്നാൽ ആ ഒരേ കാറ്റഗറിയിൽ നിൽക്കുന്ന ബ്രെയിനും ബോധവും ഒരു ശ്രേണിയിൽ നിൽക്കുന്നു. ബ്രെയിനാണ് മുൻപിൽ നിൽക്കുന്നത്, ബ്രെയിനിന്റെ പ്രക്രിയയിൽ നിന്നാണ് ബോധമുണ്ടാകുന്നത് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഒരു യുക്തി വൈകല്യമാണ്. ഇല്ലാത്ത ഒന്നിൽ നമ്മൾ വിശ്വസിക്കുക, അത് അന്ധവിശ്വാസവുമാണ്. അപ്പോൾ ഇന്ന് യുക്തിവാദികൾ പറയുന്ന ഫിസിക്കലിസം അല്ലെങ്കിൽ ഭൗതികവാദം, അത് 1 അത് അശാസ്ത്രീയമാണ്, 2 അത് അയുക്തമാണ്, 3 അത് അന്ധവിശ്വാസമാണ്. ഇതാണ് ഇന്ന് റാഷണലിസം എന്ന് പറഞ്ഞ് പലരും നെഞ്ചിലേറ്റി നടക്കുന്നത്. അശാസ്ത്രീയമായത്, അയുക്തമായത് അന്ധവിശ്വാസമാണ്. ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ശാസ്ത്രത്തെ ശാസ്ത്രമായി കാണുകയും ശാസ്ത്രത്തിന് അനുയോജ്യമായിട്ടുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കണ്ടെത്തലിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളത് 21ാം നൂറ്റാണ്ടിന്റെ അനിവാര്യതയാണ്. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കാം.